ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ സന്ദീപും അനഘയും ധനുഷും ചേർന്ന് വളക്കാപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സ്നേഹ പറയുകയാണ്, ഒരുക്കങ്ങളെല്ലാം നിർത്തിവെച്ചോ സന്ദീപേട്ടാ, അച്ഛനെ കാണുന്നില്ല. അച്ഛൻ അവിടെ എവിടെയെങ്കിലും കാണുമെന്നും ചടങ്ങ് എന്താണെങ്കിലും നടത്തണമെന്നും സന്ദീപ് പറയുമ്പോൾ, അച്ഛൻ എവിടെയുമില്ലെന്നും ഞാൻ എല്ലായിടത്തും തിരിഞ്ഞതാണെന്നും പറയുകയാണ് സ്നേഹ. അതേസമയം സച്ചിയും അർച്ചനയും അങ്ങോട്ടേക്ക് വരുമ്പോൾ അവന്തിക വരികയാണ്. അച്ഛനെ എവിടെയും കാണാനില്ല, ഞാനും നോക്കിയതാ. ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരു നിമിഷം മാത്രം മതി. അച്ഛൻ നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണുമ്പോൾ ഈ ചടങ്ങൊക്കെ നിർത്തിവെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവന്തികയും കൂടി പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, സച്ചിയേട്ടാ നിങ്ങൾ എന്താണെങ്കിലും ചടങ്ങുമായിട്ട് മുന്നോട്ട് പോക്കോ, അച്ഛൻ എവിടെയാണെങ്കിലും ഞാനിപ്പോൾ കൊണ്ടുവന്നോളാം. അത്രയും പറഞ്ഞുകൊണ്ട് ധനുഷിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് സന്ദീപ്. തുടർന്ന് അവന്തിക അർച്ചനയോട് പറയുകയാണ്, നീ കാരണമാണ് അച്ഛൻ ഇറങ്ങിപ്പോയത്. നീ ഒരു വാക്ക് സച്ചിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നീ ചടങ്ങ് നടക്കുകയില്ലായിരുന്നു. കൂടാതെ അച്ഛൻ ഇവിടം വിട്ട് പോവുകയുമില്ലായിരുന്നു. ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ്, ദേട്ടത്തി അർച്ചനയൊന്നും പറയാൻ നിൽക്കണ്ട. എൻ്റെ നിർബന്ധത്തിനാ ഇപ്പോൾ ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. അച്ഛന് വാശിയാണെങ്കിലേ എനിക്കും വാശി തന്നെയാ. എന്താണെങ്കിലും ഇതിൽ നിന്നും പിന്നോട്ട് ഞാൻ പോകില്ല. അച്ഛൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഈ ചടങ്ങ് നടത്താൻ ഒരുങ്ങിയ നിങ്ങളെല്ലാവരും തന്നെയാണ് അച്ഛൻ്റെ തിരോധാനത്തിന് പിന്നിലുള്ളത്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ കളി വേറെ ആയിരിക്കുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അവന്തിക. തുടർന്ന് അർച്ചന കരയുമ്പോൾ അവന്തിക പറയുകയാണ്, നീ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും മാത്രമാണ് ഇതിനെല്ലാം കാരണക്കാര്. തുടർന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ അർച്ചനയുടെ പിന്നാലെ പോവുകയാണ് അനഘ. അതേസമയം അവന്തികയെ ദേഷ്യത്തോടെ നോക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ ആശ്വസിപ്പിക്കുന്ന അനഘയാണ്. തുടർന്ന് സച്ചിയും മുറിയിലേക്ക് വരുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സച്ചിയേടാ എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എടോ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനല്ലേ ധനുഷും സന്ദീപും പോയിരിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ, എന്താണെങ്കിലും അവർ വന്നിട്ട് ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അർച്ചന. എടോ ഈ വളകാപ്പ് ചടങ്ങ് നടത്തുക എന്നത് ഭർത്താവായ എൻ്റെ കടമയാണ്. അത് നടത്തണ്ടെന്ന് പറയാനേ ഇവിടെ ആർക്കും ഒരധികാരവും ഒരവകാശവുമില്ല. സച്ചിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്താണെങ്കിലും അച്ഛൻ വരാതെ ഈ ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നതെന്നും അർച്ചന പറയുമ്പോൾ എന്തു ചെയ്യുമെന്നറിയാതെ ടെൻഷനോട് നിൽക്കുകയാണ് അനഘയും സച്ചിയും. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെ തിരഞ്ഞു നടക്കുന്ന സന്ദീപിനെയും ധനുഷിനെയുമാണ്. അച്ഛൻ ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയതാണെങ്കിലോ എന്ന് ധനുഷ് പറയുമ്പോൾ, അച്ഛൻ അങ്ങനെ കൂട്ടുകാരൊന്നുമില്ലെന്ന് സന്ദീപ് പറയുന്നു. എന്നാൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമുക്ക് പോയി നോക്കാം, അച്ഛൻ അവിടെ എങ്ങാനും ഉണ്ടെങ്കിലോ എന്ന് ധനുഷ് പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് സന്ദീപ്. അതേസമയം ആകെ വിഷമത്തോടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സേതുമാധവനെയാണ് കാണിക്കുന്നത്. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് സേതു. അച്ഛൻ എന്താലോചിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നു വരികയാണ് അവന്തിക. മോളെ, അവരൊരുപാട് ആശിച്ച് ആഗ്രഹിച്ച് ഉണ്ടായ കുഞ്ഞല്ലേ അത്. ആ കുഞ്ഞിൻ്റെ വളകാപ്പ് ചടങ്ങ് നടത്താനായിട്ട് അവനും ആഗ്രഹം കാണില്ലേ. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് മാറി നിന്നാൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ശരിയാകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് സേതു. അച്ഛന് അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ നന്ദേട്ടന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് അച്ഛൻ മറക്കരുത്. ആരെയും തോൽപ്പിക്കാനും തകർക്കാനും ഒന്നുമല്ല ഞാനീ പറയുന്നത്, ഈ വീടിൻ്റെ നെടുന്തൂണ് തകരാതിരിക്കാനാ. ആദ്യമൊക്കെ അച്ഛൻ പറയുന്നതായിരുന്നു ഇവിടുത്തെ അവസാനത്തെ തീരുമാനം, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. തുടർന്ന് ക്ഷേത്രത്തിൽ നിൽക്കുന്ന സേതു മനസ്സിൽ പറയുകയാണ്, അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവന്തിക എന്നോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടുമല്ല, മിക്കവാറും പോലീസ് ഇന്നെ അറസ്റ്റ് ചെയ്യും. തുടർന്ന് സേതു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാനില്ലാത്തതിൻ്റെ ഒരു കുഴപ്പങ്ങളും അവിടെ ഉണ്ടാകരുത്. വളകാപ്പ് ചടങ്ങെല്ലാം നല്ല ഭംഗിയായി തന്നെ നടക്കണം. എന്നെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്താൽ അത് വളകാപ്പ് ചടങ്ങിനെയായിരിക്കും ബാധിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് മാറി തന്നെ നിന്നത്. എല്ലാത്തിൽ നിന്നും കരകയറാനായി എനിക്കൊരു വഴി കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ചടങ്ങിനായി കമലയും വീരയും അനൂപും എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവരെ കണ്ടുകൊണ്ടുവരുന്ന അവന്തിക ചടങ്ങ് മാറ്റിവെച്ചെന്നും സേതുമാധവൻ ഇറങ്ങിപ്പോയെന്നും പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ താഴേക്ക് വരികയാണ് സച്ചി. അല്ല, ഏട്ടത്തിയോട് ആരാ പറഞ്ഞത് ചടങ്ങ് മാറ്റിവെച്ചെന്ന്? അച്ഛനെ കൂട്ടിക്കൊണ്ട് ധനുഷും സന്ദീപും എന്താണെങ്കിലും ഇപ്പൊ തന്നെ വരും. അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ ഈ ചടങ്ങ് നടത്തിയിരിക്കുമെന്നും സച്ചി പറയുമ്പോൾ അവന്തിക പറയുകയാണ്, കണ്ടില്ലേ, ഇതാണ് സച്ചിയുടെ സ്വഭാവം. എന്ത് പറഞ്ഞാലും അച്ഛനെ എതിർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.